77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിലെ രാജ്ഷാഹിയെയും ഇന്ത്യയിലെ കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള 4ാമത്തെ രാജ്യാന്തര ട്രെയിൻ സർവീസാണ് ഇത്. കൊൽക്കത്ത ധാക്ക മൈത്രി എക്സ്പ്രസ്, കൊൽക്കത്ത ഖുൽന ബന്ദൻ എക്സ്പ്രസ്, ന്യൂ ജയ്പാൽഗുഡി ധാക്ക മിതാലി എക്സ്പ്രസ് എന്നിവയാണ് മറ്റു 3 ട്രെയിൻ സർവീസുകൾ. രാജ്ഷാഹി കൊൽക്കത്ത ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നത് വടക്കൻ ബംഗ്ലാദേശിലെയും രാജ്ഷാഹി ഡിവിഷനിലെയും ജനങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനോടൊപ്പം ഇന്ത്യയുമായുള്ള ആശയവിനിമയം ശക്തമാക്കാനും ട്രെയിൻ സർവീസിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. 1947 ഇന്ത്യ പാക് വിഭജനത്തിന് മുമ്പ് വരെ രാജ്ഷാഹി കൊൽക്കത്ത ട്രെയിൻ സർവീസ് പ്രവർത്തിച്ചിരുന്നു. രാജ്ഷാഹിയെ വ്യാപാര വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമം തുടരുന്നതിനിടെയാണ് 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. വ്യാപാര മേഖലയ്ക്ക് ഇത് പുത്തനുണർവ് സമ്മാനിക്കുമെന്നാണ് ബംഗ്ലാദേശ് വിശ്വസിക്കുന്നത്. പുതുതായി പ്രഖ്യാപിച്ച ട്രെയിൻ ഉടൻ തന്നെ സർവീസ് തുടങ്ങും. അതോടൊപ്പം ബംഗ്ലാദേശിൽ നിന്നുള്ള ഗുഡ്സ് ട്രെയിനിന്റെ പരീക്ഷണോട്ടവും അടുത്ത മാസം ആരംഭിക്കും. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ശക്തമാക്കാൻ പുതിയ ട്രെയിൻ സർവീസിന് സാധിക്കുമെന്ന് രാജ്ഷാഹി സിറ്റി കോർപ്പറേഷൻ മേയർ ഖൈറുസമ്മാൻ ലിറ്റൺ പറഞ്ഞു. രാജ്ഷാഹി കൊൽക്കത്ത ട്രെയിൻ പുനരാരംഭിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിരുന്നു. രാജ്ഷാഹിയിൽ നിന്ന് 100 കണക്കിന് രോഗികളാണ് ദിവസവും ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരുന്നത്. പശ്ചിമ ബംഗാളിൽ തുടരുന്ന ബന്ധുക്കളെ കാണാൻ എത്തുന്നവരും നിരവധിയാണ്. കൂടാതെ നിരവധി പേർ ദിവസവും പശ്ചിമ ബംഗാളിലേക്കും യാത്ര ചെയ്യാറുണ്ട്. രാജ്ഷാഹി കൊൽക്കത്ത ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഈ യാത്രകൾ എളുപ്പമാക്കും. കച്ചവടക്കാർക്കും ട്രെയിൻ സർവീസ് ഗുണകരമായിരിക്കുമെന്നാണ് കരുതുന്നത്. ട്രെയിൻ സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായതോടെ രാജ്ഷാഹി മേഖലയിൽ വ്യവസായികളും സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇരു പ്രധാനമന്ത്രിമാർക്കും നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം പുതിയ ബസ് സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിറ്റഗോങ്ങിനും കൊൽക്കത്തയ്ക്കും ഇടയിലാണ് ബസ് സർവീസ്. ഇതുകൂടാതെ സിരാഗഞ്ചിൽ കണ്ടെയ്നർ ഡിപ്പോ നിർമ്മിക്കാൻ ബംഗ്ലാദേശിന് ഇന്ത്യ സഹായം നൽകാനും കഴിഞ്ഞ ദിവസം നടന്ന ഇരു നേതാക്കളുടെയും യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഒപ്പം രംഗ്പൂരിൽ പുതിയ ഹൈക്കമ്മീഷൻ ഓഫീസ് തുറക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ 10 കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ, മാരിടൈം, റെയിൽവേ, ബഹിരാകാശം, ഗ്രീൻ ടെക്നോളജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് കരാറുകൾ.